അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 7ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 6ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. അദ്ദർസു സാദിസു 6ാമത്തെ പാഠം അൽ മുസ്തഹിഖൂന ലിസ്സക്കാത്തി, സക്കാത്തിനുള്ള അവകാശികൾ, സക്കാത്തിൻ്റെ അവകാശികൾ. യജിബു നിർബന്ധമാകും, യുഅ്താഉ സക്കാത്തി സക്കാത്ത് നൽകൽ നിർബന്ധമാകും, ലിൽ മുസ്തഹിഖീന അവകാശികൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. വഹും അവർ അൽ അസ്നാഫുൽ മദ്കൂറത്തു പറയപ്പെട്ട വിഭാഗങ്ങളാണ്, ഫി ആയത്തിൽ പറയപ്പെട്ട വിഭാഗങ്ങളാണ്. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ എന്നുള്ള ആയത്തിൽ പറയപ്പെട്ട 8 വിഭാഗങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 8 വസ്തുക്കളിൽ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കഴിഞ്ഞ പാഠത്ത് നമ്മൾ പഠിച്ചു ഏതൊക്കെ വസ്തുക്കളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന്. ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടത്? ഇന്നമ സ്വദഖാത്തു തീർച്ചയായിട്ടും നിർബന്ധമായ ദാനം, അതായത് സക്കാത്ത്, ലിൽ ഫുഖറാഇ ഫക്കീറന്മാർക്കാണ്, ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത്. വൽ മസാക്കീനി പാവപ്പെട്ടവർക്കാണ്, അഗതികൾക്ക്. വൽ ആമിലീന അലൈഹ ആ സക്കാത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നവർക്ക്, സക്കാത്തിൻ്റെ ജോലിക്കാർക്ക്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും അവരുടെ ഖൽബുകൾ, അവരുടെ ഹൃദയങ്ങൾ ഇണങ്ങിയിരിക്കുന്നു അങ്ങനെ ഉള്ളവർക്കും, അതായത് ഇസ്ലാമികൾക്ക്, പുതുതായി മുസ്ലിമായ ആളുകൾക്ക്. അതിൻ്റെ വിശദീകരണം താഴെ വരുന്നുണ്ട്. വഫി റിഖാബി മോചന പത്രം എഴുതപ്പെട്ട അടിമ, മോചനദ്രവ്യം എഴുതപ്പെട്ട അടിമ. വൽ ഗാരിമീന കടമുള്ള ആളുകൾക്ക്. വഫി സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർക്ക്. വബിനി സബീലി വഴിയാത്രക്കാർക്ക്. ഈ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഫരീളത്തൻ ഫറലായിട്ട്, അതായത് ഫറലായിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സുന്നത്തായ സക്കാത്തല്ല, ഫറലായ സക്കാത്താണ്. മിനല്ലാഹി അല്ലാഹു തആലയിൽ നിന്ന്. വല്ലാഹു അല്ലാഹു തആല അലീമുൻ എല്ലാം അറിയുന്നവനാണ്, ഹക്കീമുൻ തന്ത്രജ്ഞാനിയുമാണ്. സൂറത്ത് തൗബയിലെ 60ാമത്തെ ആയത്താണ്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾ താഴെ പറയുന്നുണ്ട്. അൽ അസ്നാഫു സമാനിയത്തു 8 വിഭാഗങ്ങൾ. ഒന്ന് അൽ ഫഖീറു ആയത്തിൽ പറഞ്ഞ ഫഖീർ എന്നാൽ ആരാ? മൻ ഒരുത്തനാണ്, ലൈസലഹു അവന് ഇല്ല, മാലുൻ സമ്പത്തില്ല, വലാ കസ്ബുൻ ജോലിയുമില്ല, ലായിഖുൻ യോജിച്ച ജോലിയുമില്ല, യക്ഫീഹി അവനിക്ക് മതിയാകും, ലിഹാജത്തിഹി അവൻ്റെ ആവശ്യത്തിന് വേണ്ടി മതിയാകുന്നതായ യോജിച്ച ജോലിയുമില്ല, സമ്പത്തുമില്ല, വലിഹാജത്തി മമൂനിഹി അവൻ ചിലവ് കൊടുക്കൽ നിർബന്ധമാരുടെ ആവശ്യത്തിനു വേണ്ടിയും. അപ്പോൾ അവൻ്റെയും അവൻ ചിലവ് കൊടുക്കൽ നിർബന്ധമാരുടെയും ആവശ്യത്തിന് മതിയായതായ സമ്പത്തോ ജോലിയോ ഇല്ലാത്തവർക്കാണ് ഫഖീർ, പാവപ്പെട്ടവൻ, ദരിദ്രൻ എന്ന് പറയുക. 2 അൽ മിസ്കീൻ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ അഗതി. മൻ ഒരുത്തനാണ്, ഖദുറ കഴിവായിട്ടുണ്ട്, അലാ മാലിൻ സമ്പത്തിൻ്റെ മേൽ കഴിവായിട്ടുണ്ട്, സമ്പത്തുണ്ട്, ഔ കസ്ബിൻ അല്ലെങ്കിൽ ജോലിയുണ്ട്, യഖഉ അത് സംഭവിക്കും, മൗഖിയൻ യഖഉ മൗഖിയൻ എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്നത്, ആ കാശ് അതിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്നതാണ്, അതായത് ആവശ്യത്തിന് ഉപകരിക്കുന്നത് എന്നർത്ഥം. യഖഉ ഉപകരിക്കും, മൗഖിയൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കും. വലാ യക്ഫീഹി അത് മതിയാകുകയില്ല, അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഉപകരിക്കും എന്ന സമ്പത്ത് തന്നെയാണ്, പക്ഷേ അത് അവന് മതിയാകുന്നില്ല. കമൻ ഒരുത്തനെ പോലെ, യഹ്താജു ആവശ്യമുണ്ട്, ഇല അഷറത്തിൻ 10 രൂപയിലേക്ക് ആവശ്യമുള്ള ഒരാൾ. യഹ്താജു അവനിക്ക് ആവശ്യമാകും, ഇല അഷറത്തിൻ 10 രൂപയിലേക്ക് ആവശ്യമാകും. വൈന്ദഹു അവൻ്റെ അടുക്കലുണ്ട്, സമാനിയത്തിൻ 8 രൂപയുണ്ട്. അപ്പോൾ 10 രൂപ ആവശ്യമുള്ള ആൾക്ക് 8 രൂപയെ കിട്ടുന്നുള്ളൂ. അതായത് ഒരു മാസത്തിൽ 16 രൂപ ആവശ്യമുള്ള ഒരാൾക്ക് 8000 രൂപയെ ലഭിക്കുന്നുള്ളൂ. അങ്ങനത്തെ ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ആ 8000 രൂപ അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നുണ്ട്, പക്ഷേ അവനക്ക് ഒരു മാസം തികയണമെങ്കിൽ, കറക്റ്റായിട്ട് ഉഷാറായിട്ട് ജീവിക്കണമെങ്കിൽ 16 രൂപ വേണം. അങ്ങനത്തെ ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം
ഒരു നിലക്ക് തട്ടിയൊപ്പിച്ച് നടന്നു പോകുന്നുണ്ട് എന്നർത്ഥം. അങ്ങനത്തെ ആളുകൾക്കാണ് മിസ്കിൻ എന്ന് പറയുക. 3 അൽ ആമിലു. ആമിൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തരാണ് യബ്വാസുഹുൽ ഇമാമു അവനെ അയച്ചിരിക്കുന്നു. ലി ജംഇ സക്കാത്തി സക്കാത്ത് ജംഇ ചെയ്യാൻ വേണ്ടി, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഇമാമ് അയച്ചിരിക്കുന്നു. വ ഖിസ്മത്തിഹി അതിനെ ഓഹരി വെക്കാൻ വേണ്ടിയിട്ടും. ഫിൽ ഖിലാഫത്തിൽ ഇസ്ലാമിയ ഭരണത്തിൽ, ഖിലാഫത്തിൽ ഇസ്ലാമിയ ഭരണത്തിൽ സക്കാത്ത് വാങ്ങാൻ വേണ്ടിയും സക്കാത്ത് വീതിക്കാൻ വേണ്ടിയും ഇമാമ്, അവിടുത്തെ ഖലീഫ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്കാണ് ആമിൽ എന്ന് പറയുന്നത്. ഈ വിഭാഗം ഇന്ത്യയിലില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ 2 വിഭാഗവും ഇന്ത്യയിലുണ്ട്. ഈ 8 വിഭാഗങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത് 5 വിഭാഗങ്ങൾ മാത്രമാണ്. അതിൽപ്പെട്ട 2 വിഭാഗങ്ങളാണ് മുകളിൽ പറഞ്ഞത്. 3ാമത്തെ വിഭാഗം ഇന്ത്യയിലില്ല. 4 അൽ മുഅല്ലഫത്തു ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഇണങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ ആളുകൾ, അതായത് പുതു ഇസ്ലാമികൾ. മൻ ഒരുത്തൻ അസ്ലമ അവൻ മുസ്ലിമായിരിക്കുന്നു. വനിയ്യത്തുഹു അവൻ്റെ കരുത്ത് ലൊയീഫത്തുൻ ബലഹീനമാണ്. ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിയ്യത്ത് ലൊയീഫാണ്. അങ്ങനത്തെ ആളുകൾ. ഔ അല്ലെങ്കിൽ ലഹു അവനക്കുണ്ട് ഷറഫുൻ മഹത്വമുണ്ട്. യുതവഖഉ പ്രതീക്ഷിക്കപ്പെടുന്നു. ബി ഇഅ്താഇഹി അവന് സക്കാത്ത് നൽകൽ കൊണ്ട് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇസ്ലാമു ഗൈരിഹി മറ്റുള്ള ആളുകളും ഇസ്ലാം സ്വീകരിക്കൽ. ഇവന് എന്തെങ്കിലും കൂടുതലായിട്ട് സക്കാത്തോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളും ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ആ നിലക്കാകുമ്പോൾ ഇവന് കൂടുതലായിട്ട് കൊടുക്കുക. ഈ മുഅല്ലഫത്തു ഖുലൂബിന്, അതായത് പുതു ഇസ്ലാമിക്ക് കൂടുതലായിട്ട് കൊടുക്കുക. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ 100 ഒട്ടകങ്ങളും 40 വെള്ളി നാണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അർരിഖാബു. 5ാമത്തെ അർരിഖാബു മോചന ദ്രവ്യം എഴുതപ്പെട്ട അടിമ. അൽ മുക്കാത്തബൂന എഴുതപ്പെട്ടവർ. കിതാബത്തൻ സ്വഹീഹത്തൻ നിയമപ്രകാരം എല്ലാ നിബന്ധനകളും ഉൾക്കൊണ്ട് ഉള്ള കരാറിനാണ് കിതാബത്തൻ സ്വഹീഹത്തൻ എന്ന് പറയുന്നത്. എല്ലാ നിബന്ധനകളും ഒത്തുവന്ന കരാറിനാണ് കിതാബത്തൻ സ്വഹീഹത്തൻ, സ്വഹീഹായ കിതാബത്ത് എഴുത്ത്, അതായത് കരാർ. ഫയുഅത അപ്പോൾ നൽകപ്പെടണം. ഇൻ അജസ അവൻ അശക്തനായാൽ, അനിൽ വഫായി കൊടുത്തു വീട്ടുന്നതിന് തൊട്ട് അശക്തനായാൽ. ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയുടെ യജമാനൻ പറഞ്ഞു, നീ ജോലിയെടുത്ത് ഇത്ര രൂപ എനിക്ക് തരികയാണെങ്കിൽ നീ സ്വതന്ത്രനാണ്. അത് എഴുതി ഒപ്പിട്ട് കറക്റ്റായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ്. അങ്ങനെയാകുമ്പോൾ ഇവനെ സഹായിക്കാൻ വേണ്ടി, ആ അടിമത്തത്തിൽ നിന്ന് ഇവനെ മോചിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ആളുകൾ ഇവന് സക്കാത്ത് കൊടുക്കുക. അതിനുശേഷം ഈ യജമാനന് ക്യാഷോ എന്താ കാര്യങ്ങൾ എന്താ വേണ്ട വെച്ചാൽ അത് കൊടുത്തതിന് ശേഷം ഇവൻ അടിമത്തത്തിൽ നിന്ന് മോചിതനായി സ്വതന്ത്രനാവും. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. 6 അൽ ഗാരിമൂന കടമുള്ളവർ. മൻ ഒരുത്തനാണ് ഇസ്തദാന ലിനഫ്സിഹി അവൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി കടം വാങ്ങിയിരിക്കുന്നു. ലി ഗൈരി മാസിയത്തിൻ ദോഷത്തിന് വേണ്ടിയല്ല. അവൻ്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയിരിക്കുന്നു. ദോഷത്തിന് വേണ്ടിയ കടമല്ല. ദോഷത്തിന് വേണ്ടി വാങ്ങിയ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഫയുഅത അപ്പോൾ നൽകപ്പെടണം. ഇൻ അജസ അവൻ അശക്തനായാൽ, അനിൽ വഫായി വീട്ടുന്നതിന് തൊട്ട് അശക്തനായാൽ കൊടുക്കപ്പെടണം, അവന് സക്കാത്ത് കൊടുക്കണം. ഔ അല്ലെങ്കിൽ ലി മസ്ലഹത്തിൻ ഒരു നന്മക്ക് വേണ്ടിയിട്ട് കടം വാങ്ങി. ഫയുഅത അപ്പോൾ നൽകപ്പെടണം. മസ്തദാനഹു അവൻ കടം വാങ്ങിയ ഒന്ന് നൽകപ്പെടണം. വലോ ഗനിയൻ അവൻ സമ്പന്നനാണെങ്കിൽ ശരി. അപ്പോൾ എന്തെങ്കിലും മസ്ലഹത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ 2 പേർ വലിയ തർക്കമാണ്, ഒരു 5 ലക്ഷം രൂപയ്ക്ക് വലിയ തർക്കമാണ്. നീ എനിക്ക് 5 ലക്ഷം തരാനുണ്ട് എന്നൊരാളും മറ്റുള്ള ഞാൻ തന്നിട്ടുണ്ടാണ്. ഭയങ്കര തർക്കം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഒരുത്തൻ വന്നു, നിനക്ക് 5 ലക്ഷമല്ലേ കിട്ടേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കടം വാങ്ങിയിട്ട് മറ്റൊരിടത്ത് കടം വാങ്ങിയിട്ട് കൊടുത്തു. അങ്ങനെയാകുമ്പോൾ ഈ മസ്ലഹത്ത് നടത്തിയ വ്യക്തി അവൻ ധനികനാണെങ്കിലും അവനിക്ക് കൊടുക്കണം, സക്കാത്തായിട്ട് കൊടുക്കണം.
അല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ ധനികന് കൊടുക്കണം. ഇനി ഈ ധനികൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തതാണെങ്കിൽ ഈ ധനികന് സക്കാത്ത് ബാക്കിയുള്ളവർ കൊടുക്കണം. 7 ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ. അതായത് മൻ ഒരുത്തരാണ് യുജാഹിദു ലില്ലാഹി, അള്ളാഹു താലാക്ക് വേണ്ടി ജിഹാദ് നടത്തുന്നു, പോരാടുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു. മുതതവ്വിഅൻ, സ്വന്തം ഇഷ്ടപ്രകാരം. വലോ ഖനിയൻ, അവൻ സമ്പന്നനാണെങ്കിലും ശരി. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരും നിർബന്ധിക്കാതെ അള്ളാഹു താലാക്ക് യുദ്ധം ചെയ്യുന്ന ആളുകൾക്കാണ് ഫീ സബീലില്ലാഹ് എന്ന് പറയാം. 8 ഇബ്നു സബീൽ, വഴിയാത്രക്കാർ. വഹുവ, അത് മുസാഫിറുൻ, യാത്രക്കാരാണ്. മുജ്താസുൻ ബി ബലദി സക്കാത്തി, സക്കാത്തിൻ്റെ നാട്ടിലൂടെ വിട്ടുകിടക്കുന്ന യാത്രക്കാരൻ. അപ്പോൾ സക്കാത്തിൻ്റെ നാട്ടിലൂടെ ഒരാൾ വിട്ടുകിടക്കുന്നുണ്ട്, ഒരാൾ യാത്ര പോകുന്നുണ്ട്, അപ്പോൾ അവന് കൊടുക്കുക. അല്ലെങ്കിൽ മുൻഷി ഉ സഫരിൻ, സഫർ തുടങ്ങുന്ന, യാത്ര തുടങ്ങുന്നവൻ. മുബാഹിൻ, ഹലാലായ യാത്ര തുടങ്ങുന്നവൻ. മിൻഹ, ആ നാട്ടിൽ നിന്നാണ്, ഹലാലായ സക്കാത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഹലാലായ യാത്ര തുടങ്ങുന്നത്, അവനും കൊടുക്കുക. ഈ 2 വിഭാഗം ആളുകൾക്കും ഇബ്നു സബീൽ എന്ന് പറയും. ഒന്ന്, സക്കാത്ത് കൊടുത്ത് വീട്ടുന്ന നാട്ടിലൂടെ വിട്ടുകിടക്കുന്ന യാത്രക്കാർക്കും ഇനി അവിടുന്ന് തുടങ്ങുന്ന യാത്രക്കാർക്കും ഇബ്നു സബീൽ എന്ന് പറയും. ഇന്ന് ഇന്ത്യയിൽ ഈ 8 വിഭാഗങ്ങളിൽ 5 വിഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഫക്കീർ, വളരെ സാധുക്കളുണ്ട്. അൽ മിസ്കീൻ, സാധുക്കളുണ്ട്. മൂന്നാമത്തെ അൽ മുഅല്ലഫത്തു ഖുലൂബുഹും, ഹൃദയം ഇണങ്ങിയർ, അതായത് പുതു ഇസ്ലാമികളുണ്ട്. പിന്നെ 4മത്തെ അൽ ഖാരിമൂന, കടം വാങ്ങിയവരുണ്ട്. 5മത്തെ ഇബ്നു സബീൽ, വഴിയാത്രക്കാരുണ്ട്. ഈ 5 വിഭാഗമേ ഉള്ളൂ. 3 വിഭാഗം ആളുകൾ ഇല്ല. 3 വിഭാഗം ഇല്ലാത്ത ആളുകൾ അൽ ആമിലു, സക്കാത്തിൻ്റെ ജോലിക്കാരില്ല. മോചന പത്രം എഴുതപ്പെട്ട അടിമയില്ല. അള്ളാഹു താലാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരുമില്ല. ഷുറൂത്തുൽ മുസ്തഹിഖീന, അവകാശികളുടെ ഷർത്തുകൾ. ഈ മുകളിൽ പറഞ്ഞ 8 വിഭാഗം ആളുകളുടെ ഷർത്തുകളാണ്. യകൂന മുസ്ലിമൻ, ഈ 8 വിഭാഗം ആളുകൾ മുസ്ലിം ആയിരിക്കണം. 2 യകൂന ഹുർറൻ, സ്വതന്ത്രനായിരിക്കണം. 3 അല്ലാ യകൂന ഹാഷിമിയൻ വലാ മുത്തലിബിയൻ, അവർ ഹാഷിമിയോ മുത്തലിബിയോ ആകാതിരിക്കണം. ഹാഷിമിയും ആകാൻ പാടില്ല, മുത്തലിബിയും ആകാൻ പാടില്ല. അതായത് സയ്യിദന്മാരാകാൻ പാടില്ല, തങ്ങന്മാരാകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഈ ഹാഷിമിയനും മുത്തലിബിനും വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പയാണ് ഹാഷിം, ഹാഷിമിൻ്റെ ഉപ്പയാണ് അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫിന് 4 മക്കളാണ്, ആൺമക്കൾ. ഒന്ന് ഹാഷിം, മറ്റൊന്ന് അൽ മുത്തലിബ്, 3മത്തെ നൗഫൽ, 4മത്തെ അബ്ദു ഷംസ്. ഈ ഹാഷിമിൻ്റെ വംശപരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത്. അപ്പോൾ ഹാഷിമിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശം. അത് 2ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്, ഹാഷിം വംശം. പിന്നെ ഹാഷിമിൻ്റെ ഒരു സഹോദരനാണ് അൽ മുത്തലിബ്. ഈ മുത്തലിബിൻ്റെ വംശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് സഹകരിച്ച് സഹായിച്ച് കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് പോന്നിരുന്നു. എന്നാൽ നൗഫലിൻ്റെയും അബ്ദു ഷംസിൻ്റെയും മക്കൾ, അവരുടെ പേരമക്കളൊന്നും ഇസ്ലാമിലേക്ക് അങ്ങനെ കടന്നു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിക്കുന്നില്ലായിരുന്നു, അവർക്ക് കൂടുതൽ ശ്രദ്ധ. അപ്പോൾ ഹാഷിമിനെയും മുത്തലിബിനെയും ബഹുമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഹാഷിമി, മുത്തലിബി എന്നീ 2 വംശക്കാർക്ക് സക്കാത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞത്. സക്കാത്ത് എന്നുള്ളത് മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണല്ലോ. അപ്പോൾ ശുദ്ധീകരിച്ച് കേടുള്ള സമ്പത്തെല്ലാം തങ്ങന്മാർക്ക് കൊടുക്കുകയല്ല വേണ്ടത്, അവർക്ക് ഹദിയ പോലെയുള്ള കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവരെ ബഹുമാനിക്കുക എന്നുള്ള നിലക്കാണ്. പിന്നെ ഇവിടെ മുത്തലിബി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിനെ കുറിച്ചല്ല. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലിപ്പാൻ്റെ പേര് അബ്ദുൽ മുത്തലിബ് അല്ല, ഷൈബത്ത് എന്നാണ്. ചെറുപ്പത്തിലെ ഹാഷിം, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം മരണപ്പെട്ടു. അപ്പോൾ മദീനയിൽ നിന്നായിരുന്നു ഹാഷിം എന്നവർ വിവാഹം കഴിച്ചിരുന്നത്. ഒരു യാത്രക്കിടയിൽ മരണപ്പെട്ടതാണ്. ഹാഷിം എന്നവർ ഷൈബത്തിനെ കണ്ടിട്ടില്ല, മകനെ കണ്ടിട്ടില്ല. അതിന് മുമ്പ് തന്നെ വഫാത്തായി. അപ്പോൾ വളർന്നതും ജീവിച്ചതുമെല്ലാം മദീനയിലാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഹാഷിമിൻ്റെ അനിയൻ അല്ലെങ്കിൽ സഹോദരൻ അൽ മുത്തലിബ് എന്ന
സഹോദരൻ, നേരത്തെ പറഞ്ഞല്ലോ മുത്തലിബ് എന്നുള്ളത്. ആ മുത്തലിബ് മദീനയിൽ പോയി മകനെയും കൊണ്ട്, ആരുടെ മകനെ? ഹാഷിമിൻ്റെ മകനാകുന്ന ഷെയ്ബത്തിനെയും കൊണ്ട് മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വരുന്ന സമയത്ത് ആളുകളെല്ലാം വിളിച്ചു പറഞ്ഞു, ഒരു കുട്ടിയെ കാണുന്നു, ഒട്ടകപ്പുറത്ത് മുമ്പിൽ അൽ മുത്തലിബ് ഇരിക്കുന്നു, ബാക്കിലായിട്ട് ഷെയ്ബത്ത് എന്ന അനിയൻ്റെ കുട്ടി അല്ലെങ്കിൽ സഹോദരൻ്റെ കുട്ടിയും ഇരിക്കുന്നു. അപ്പോൾ ആളുകൾ വിളിച്ചു പറഞ്ഞു, അൽ മുത്തലിബ് ഒരു അടിമയെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതായത് അബ്ദുൽ മുത്തലിബ്, മുത്തലിബിൻ്റെ അടിമയാണ് ആ ബാക്കിലിരിക്കുന്നത് എന്ന് നിലയ്ക്ക് വിളിച്ച് പറഞ്ഞു, വിളിച്ചു പോയി. എല്ലാവരും ആവേശത്തോടുകൂടി വിളിച്ചു പോയി. അങ്ങനെയാണ് ഷെയ്ബത്തിന് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് ലഭിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഷെയ്ബത്ത് എന്നാണ്. മദീനയിൽ നിന്ന് അൽ മുത്തലിബ് എന്നുള്ള ഹാഷിമിൻ്റെ സഹോദരൻ, അതായത് ഷെയ്ബത്തിൻ്റെ അമ്മ, എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, പിതൃവ്യൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വിളിച്ച് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് അതാ വരുന്നു, അബ്ദുൽ മുത്തലിബ് അതാ വരുന്നു, അതായത് മുത്തലിബിൻ്റെ അടിമയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. ആ നിലക്കാണ് ഈ അബ്ദുൽ മുത്തലിബ് എന്നുള്ള ആ പേര് പ്രസിദ്ധമാവുകയും പിന്നീട് എല്ലാവരും അത് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഹാഷിമി എന്ന് പറഞ്ഞാൽ അബ്ദു മനാഫിൻ്റെ മകനാകുന്ന ഹാഷിം വംശജർക്കാണ് ഹാഷിമി എന്ന് പറയുക. മുത്തലിബി എന്ന് പറഞ്ഞാൽ അബ്ദു മനാഫിൻ്റെ മറ്റൊരു മകനാകുന്ന അൽ മുത്തലിബിൻ്റെ വംശക്കാർക്കാണ് മുത്തലിബി എന്ന് പറയുക. രണ്ടുപേരും സയ്യിദന്മാരായതുകൊണ്ട് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ ചോദിക്കുക. അടുത്തത് അൽ അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായത്, അൻ യുഅദ്ദി സക്കാത്ത, സക്കാത്തിനെ നൽകലാണ്, അൽ മാലിക്കു, ഉടമസ്ഥൻ, ബി നഫ്സിഹി, അവൻ്റെ നഫ്സ് കൊണ്ട് തന്നെ, അതായത് ഉടമസ്ഥൻ തന്നെ വാങ്ങലാണ്, ഉടമസ്ഥൻ തന്നെ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഉടമസ്ഥൻ തന്നെ സക്കാത്ത് കൊടുക്കലാണ്, കൊടുത്തു വീട്ടലാണ് ഏറ്റവും നല്ലത്. സുമ്മ പിന്നെ ബി വക്കീലിഹി, അവൻ വക്കീലിനെ ഏൽപ്പിക്കാം. അവന് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയാം. ഫലാ യുജ്സിഉ, മതിയാവുകയില്ല, അദാ ഉ സക്കാത്തി, സക്കാത്ത് കൊടുത്തു വീട്ടൽ മതിയാവുകയില്ല, ലിൽ ലജ്നത്തി, ലജ്നത്തിന് കൊടുക്കാൻ പറ്റുകയില്ല, അതായത് ഖജനാവിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുകയില്ല. ചില വിഭാഗം ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ട്രസ്റ്റായിട്ട് ട്രസ്റ്റിലേക്ക് സക്കാത്ത് കൊടുക്കും, അവരെല്ലാം കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കും. ട്രസ്റ്റിനെ വക്കാലത്താക്കാൻ പറ്റുകയില്ല. ഒരു വ്യക്തിയെ വക്കാലത്താക്കാം, അതും ഓക്കെ, അതല്ലാതെ ട്രസ്റ്റിനെ വക്കാലത്താക്കാൻ പറ്റുകയില്ല. ഒരു ഖജനാവിനെ മൊത്തത്തിൽ ഖജനാവാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല. ലിഅന്നഹ, കാരണം അത്, ലാ തഖൂമു, നിൽക്കുകയില്ല, മഖാമൽ വക്കീൽ, വക്കീലിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയില്ല. വക്കീൽ പറഞ്ഞ വ്യക്തി തന്നെ വേണം. വക്കീലിൻ്റെ നിബന്ധന കുറേ ഉണ്ട്, അതിൽ പറയുന്നുണ്ട് വ്യക്തിയാകണം എന്നുള്ളത്. അപ്പോൾ വ്യക്തി തന്നെയാണ് വക്കീൽ, അതല്ലാതെ കുറച്ച് ആളുകൾക്ക് മൊത്തത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റുകയില്ല. മനസ്സിലാകാത്തവർ ചോദിക്കുക. അത്തദ്രീബാത്തു, ഇഖ്തരി സ്വഹീഹ, സ്വഹീഹ് നീ തിരഞ്ഞെടുക്കൂ. മൻ, ഒരുത്തൻ, ലൈസ ലഹു, അവനിക്കില്ല, മാലും, സമ്പത്തില്ല, വല കസ്മുൻ ലായിഖുൻ, യോജിച്ച ജോലിയുമില്ല, യക്ഫീഹ്, അവനിക്ക് മതിയാവുന്ന യോജിച്ച ജോലിയുമില്ല, ഹുവ, അവനാണ്, അൽ ഫഖീറു, ഫഖീറാണ്, മിസ്കീനാണ്, ഗാരിമാണ്. ആരാണ്? അവനക്ക് മതിയാവുന്ന ജോലിയില്ല, സമ്പത്തില്ല, അതിനാണ് ഫഖീർ എന്ന് പറയുക. 2, തോത്ത സക്കാത്തു, സക്കാത്ത് കൊടുക്കപ്പെടണം, ലിൽ മുസ്ലിമി, മുസ്ലിമീങ്ങൾക്ക് ഫഖത്ത്, മുസ്ലിമീങ്ങൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് മുസ്തഹിഖീങ്ങളുടെ ഷർത്താണ് മുസ്ലിമാകുക എന്നുള്ളത്. സ്വഹീഹുൻ, ഇത് ശരിയാണ് ഈ പറഞ്ഞത്. ഹാദാ, ഇത് സ്വഹീഹുൻ, ശരിയാണ്. 3, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഹും, അവർ, അൽ ഗാരിമൂന, കടമുള്ളവരാണ്, അൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്, മുതതവ്വിഈന, സ്വന്തം ഇഷ്ടപ്രകാരം, അത് രണ്ടാമത്താണ് ശരി. 3, ജീമ്, അൽ മുക്കാത്തബൂന, മോചനദ്രവ്യം എഴുതപ്പെട്ട അടിമ. അപ്പോൾ രണ്ടാമത്താണ് ശരി. അപ്പോൾ മൻലഹു ഒന്നാമത്തിൽ ഫഖീർ, രണ്ടാമത്തിൽ സ്വഹീഹ്, മൂന്നാമത്തിൽ അൽ മുജാഹിദുന ഫീ സബീലില്ലാഹി മുതതവ്വിഈന. ലോ അലാമത്ത, ടിക്കാവ്, ഇൻഡു, ശരിയോ തെറ്റോ അടയാളപ്പെടുത്തുക. യോത്തൽ ഹാഷിമിയു സക്കാത്ത, ഹാഷിമി കുടുംബക്കാർക്ക് സക്കാത്ത് നൽകപ്പെടാൻ പറ്റുമോ? പറ്റുകയില്ല, അതാണ്. അപ്പോൾ തെറ്റാണ്. യജൂസു, ജായിസാകും, യോത്താവു സക്കാത്ത്, സക്കാത്ത് കൊടുക്കൽ ജായിസാകും, ലിൽ ഗാരിമി, കടക്കാർക്ക് കൊടുക്കാം. അല്ലത് എങ്ങനത്തെ ഗാരിബാണ്? ഇസ്തദാന, അവൻ കടം വാങ്ങിയിരിക്കുന്നു, ലി മാസിയത്തിൻ, ദോഷത്തിന് വേണ്ടി കടം വാങ്ങിയവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്താണ്? അതും തെറ്റാണ്.
3. ലാ യജൂസു ഇഅ്താഉ സക്കാത്തി ലിഗൈരിൽ മുസ്ലിമി, മുസ്ലിം അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കൽ ജായിസാവുകയില്ല. അത് ശരിയാണ്, മുസ്ലിം അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കൽ ജായിസാവുകയില്ല. 4. യുഅ്തൽ മിസ്കീനു, മിസ്കീനിന് നൽകപ്പെടണം. ലിഅന്നഹു, കാരണം അവൻ ലാ യക്ഫീഹി മാ ഇൻദഹു, അവൻ്റെ അടുക്കലുള്ള ഒന്ന് അവനക്ക് മതിയാകുന്നില്ല, തികയുന്നില്ല. അവൻ്റെ അടുക്കലുള്ള സമ്പത്ത് അവനക്ക് തികയുന്നില്ല, അതുകൊണ്ട് മിസ്കീന് സക്കാത്ത് കൊടുക്കപ്പെടണം. അത് ശരിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 തെറ്റ്, പിന്നത്തെ 2 ശരി. അടുത്ത ക്വസ്റ്റ്യന്, സ്വിൽ ബൈന സ്വിൻഫി വ താരീഫിഹി. സ്വിൽ, നീ യോജിപ്പിക്കൂ, ബൈന സ്വിൻഫി, സക്കാത്തിൻ്റെ വിഭാഗത്തിൻ്റെ ഇടയിലും, വ താരീഫിഹി, അതിൻ്റെ താരീഫിൻ്റെ ഇടയിലും, അതിൻ്റെ നിർവചനത്തിൻ്റെ ഇടയിലും. അപ്പോൾ ഒന്നാമത്തെ കള്ളിയിൽ പറഞ്ഞത് സ്വിൻഫുകളാണ്, വിഭാഗങ്ങൾ. രണ്ടാമത്തെ കള്ളിയിൽ അതിൻ്റെ നിർവചനവും. ഒന്നാൽ ഗാരിമു, കടമുള്ളവൻ, അതിൻ്റെ ആൻസറാണ് മൂന്നാമത്തത് മൻ അലൈഹി ദൈനുൻ, അവൻ്റെ മേൽ കടമുള്ള. മൻ, ഒരുത്തൻ, അലൈഹി, അവൻ്റെ മേലുണ്ട്, ദൈനുൻ, കടമുണ്ട്. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ. ഒന്നാമത്തത് അൽ മുഖാത്തിലുൽ മുതതവ്വിഉ, സ്വന്തം ഇഷ്ടപ്രകാരം യുദ്ധം ചെയ്യുന്നവർ. മൂന്നാമത്തത് അൽ റിഖാബു, റിഖാബ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് രണ്ടാമത്തെ അൽ മുക്കാത്തബൂന, മോചന ദ്രവ്യം എഴുതപ്പെട്ടവർ. ഇബ്നു സബീൽ വഴിയാത്രക്കാർ, അതിന് നേരെ ഉള്ളതിന് അൽ മുസാഫിറു, യാത്രക്കാർ. ഇതാണ് യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. മനസ്സിലാകാത്തതിൻ്റെ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിഅ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.